മനുഷ്യനിലെ ഏറ്റവും പ്രധാന വിസർജന അവയവം വൃക്ക. സസ്തനികളിലെയും മൃഗങ്ങളിലെയും വിസർജന അവയവം വൃക്ക. മണ്ണിരയുടെ വിസർജന അവയവം നെഫ്രീഡിയ. അമീബയുടെ വിസർജന അവയവം സങ്കോചഫേനം. ഷഡ്പദങ്ങളിലെ വിസർജന അവയവം മാൽപീജിയൻ നാളികൾ. തലയിൽ വിസർജന അവയവമുള്ള ജീവി കൊഞ്ച്. മത്സ്യങ്ങളിലെയും സ്പോഞ്ചുകളിലെയും വിസർജന പദാർത്ഥം അമോണിയ. പക്ഷികളിലെയും മൃഗങ്ങളിലെയും വിസർജന പദാർത്ഥം യൂറിക് ആസിഡ്. മനുഷ്യരിലെ വിസർജന പദാർത്ഥം യൂറിയ. മനുഷ്യന് യൂറിയ നിർമ്മിക്കുന്ന ശരീരഭാഗം കരൾ. മനുഷ്യ ശരീരത്തിലെ യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റ് പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറത്തു കളയുന്ന അവയവം വൃക്കകൾ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കകൾ. വൃക്കയിലേക്ക് അശുദ്ധരക്തം എത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാധമനി. വൃക്കയിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴൽ വൃക്കസിര. മനുഷ്യ ശരീരത്തിൽ വൃക്കകളുടെ സ്ഥാനം ഉദരാശയത്തോട് ചേർന്ന് നട്ടെല്ലിൻ്റെ ഇരുഭാഗങ്ങളിലുമായി. വൃക്കകളുടെ ആകൃതി അമരവിത്തിൻ്റെ. വൃക്കകളുടെ ഏകദേശ ഭാരം 150 ഗ്രാം. ഒരെണ്ണം. വൃക്കകളുടെ ബാഹ്യഭാഗം കോർട്ടക്സ്. വൃക്കകളുടെ ആന്തരഭാഗം മെഡുല്ല. ഒരു ദിവസം എത്ര തവണയാണ് മുഴുവൻ രക്തവും വൃക്കകളിലൂടെ കടന്നു പോകുന്നത്? 350 തവണ. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ നെഫ്രോണുകൾ. വൃക്കകളുടെ ഉൾവശത്ത് കാണപ്പെടുന്ന സൂക്ഷ്മ അരിപ്പകൾ നെഫ്രോണുകൾ. ഏകദേശം 12 ലക്ഷം. എത്രത്തോളം ജലം പുനരാഗിരണം ചെയ്യണമെന്ന് വൃക്കകൾക്ക് നിർദ്ദേശം നൽകുന്നത് വാസോപ്രസിൻ. ADH. വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ്. ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ.